ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ. അപ്പോൾ നമ്മൾ ആർ ബി ഐ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ആർ ബി ഐയുടെ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മിക്കവാറും ഇക്കണോമിക്സ് സിലബസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള, പ്രത്യേകം ഇക്കണോമിക്സ് സിലബസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഇക്കണോമിക്സിന്റെ ഒരു കോമ്പണന്റ് സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട എല്ലാ PSC എക്സാംസിനും വരുന്ന ഒരു ഏരിയ ആണ്. മിക്കവാറും എല്ലാത്തിലും വരുന്ന ഒരു ഏരിയ ആണ് ഈ ആർ ബി ഐ എന്ന് പറയുന്നത്. അപ്പൊ ആർ ബി ഐന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഫങ്ഷൻസ്. അപ്പോ ആർ ബി ഐ എന്താന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് ദാറ്റ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക്. ഓക്കെ, സോ ഇപ്പോ സെൻട്രൽ ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മണി ആൻഡ് ബാങ്കിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഏരിയയിലെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. അതായത് ബാങ്കിങ് ഓപ്പറേഷൻസിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുക്കുമ്പോൾ ഈ ബാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പ് ലെവൽ ബോഡിയാണ് എന്ത്? സെൻട്രൽ ബാങ്ക്. ഇപ്പൊ ബാങ്കിങ് സിസ്റ്റത്തിലെ അപ്പെക്സ് ടോപ്പ് ലെവൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണ്? സെൻട്രൽ ബാങ്ക്. അപ്പോ ഇതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് ഇസ് കൺസിഡേർസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇക്കണോമിക് ആൻഡ് ഫൈനാൻഷ്യൽ സിസ്റ്റം ഓഫ് എ നേഷൻ. അപ്പോ സെൻട്രൽ ബാങ്കിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. ഈ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇംപ്ലിക്കേഷൻ നാഷണൽ ഡെവലപ്മെന്റിൽ വരും. അപ്പോൾ നേഷന്റെ ഫൈനാൻഷ്യൽ ഓപ്പറേഷൻസിനെ, മോണിറ്ററി ഓപ്പറേഷൻസിനെ ഒക്കെ തന്നെ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന ഡിസിഷൻസ് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന തീരുമാനങ്ങൾ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ സാരമായിട്ട് ബാധിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എല്ലാ നേഷൻസിനും അവരവരുടേതായിട്ടുള്ള സെൻട്രൽ ബാങ്ക് ഉണ്ട്. എല്ലാ നേഷൻസിനും അവർക്ക് സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇന്ത്യയുടെ കേസിലോട്ട് വരാണ്. ഇന്ത്യയുടെ കേസിൽ വരുമ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ RBI. അപ്പൊ ഈ RBI നമുക്ക് നമ്മുടെ നാട്ടിലെ സെൻട്രൽ ബാങ്ക് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഈ RBI എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ബാങ്കിങ് ഓപ്പറേഷനെ സാരമായിട്ട് ബാധിക്കും, നമ്മുടെ ഡെവലപ്മെന്റിനെ സാരമായിട്ട് ബാധിക്കും, നമ്മുടെ നാട്ടിലെ ഒരു സമയത്തെ മണി സപ്ലൈയെ സാരമായിട്ട് ബാധിക്കും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ നമുക്ക് ഈ RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത, നമ്മുടെ നാട്ടില് ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ RBI എന്ന് പറയുന്ന ഒരു ബോഡിയെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് വിത്ത് RBI ആക്ട് ഓഫ് 1934. 1934 RBI ആക്ട് പ്രകാരം 1935 നമുക്ക് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBIനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഈ 1934-35 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻസിന് മുന്നേ ഉള്ള സമയത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഫ്രീഡം കിട്ടുന്നതിന് മുന്നേ ഉള്ള സമയത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ബാങ്കിങ്, അല്ലെങ്കിൽ ബാങ്കിങ് ലെവൽ ഓപ്പറേഷൻസ് നോക്കുമ്പോൾ ഇവിടെ ഒരു ടോപ്പ് ലെവൽ ബോഡി വേണമെന്ന് മനസ്സിലായി. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു? 1934 RBI ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് നമ്മുടെ നാട്ടിൽ പാസ് ചെയ്യപ്പെട്ടു. അത് പ്രകാരം നമുക്ക് ഒരു സെൻട്രൽ ബാങ്ക് അനുവദിച്ചു തന്നു. ദാറ്റ് ഇസ് RBI വിച്ച് കെയിം ഇൻ 1935. അപ്പൊ ഈ RBIക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. RBIയുടെ എസ്റ്റാബ്ലിഷ്മെന്റിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പിന്നെ ഒരു ദിവസം നോക്കി കാണാം. അപ്പൊ ഇന്നത്തെ മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഫങ്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് RBI എന്ന് പറയുമ്പോൾ അതിന് ഒരു ഇംപ്ലിക്കേഷൻ ഉള്ളത്, നമ്മൾ ഫങ്ഷൻസ് ഓഫ് RBI പഠിക്കുന്നതിനോടൊപ്പം, ഇപ്പൊ എപ്പോഴാണോ നിങ്ങൾ RBI ഫങ്ഷൻസ് പഠിക്കുന്നത്, നിങ്ങൾ ആ പഠനത്തോടൊപ്പം സൈമൾട്ടേനിയസ് ആയിട്ട് ഫങ്ഷൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക് പഠിക്കുകയാണ്. അതായത് ഏകദേശം എല്ലാ നാട്ടിലും സെൻട്രൽ ബാങ്കിന് സിമിലർ ആയിട്ടുള്ള ഫങ്ഷൻസ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RBIയുടെ ഫങ്ഷൻ പഠിക്കുമ്പോൾ സെൻട്രൽ ബാങ്കുകളുടെ, പൊതുവെ സെൻട്രൽ ബാങ്കുകളുടെ ഫങ്ഷൻസിനെയും കൂടി നിങ്ങൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഫസ്റ്റ്, കറൻസി റെഗുലേറ്റർ ഓർ ബാങ്ക് ഓഫ് ഇഷ്യൂ.
RBI നമുക്ക് എന്തെന്ന് വിളിക്കാം? കറൻസി റെഗുലേറ്റർ ഓർ ബാങ്ക് ഓഫ് ഇഷ്യൂ. എന്തുകൊണ്ടാണ് RBI കറൻസി റെഗുലേറ്റർ ഓർ ബാങ്ക് ഓഫ് ഇഷ്യൂ എന്ന് നമ്മുടെ ഇന്ത്യയുടെ കേസിൽ നമ്മൾ വിളിക്കുന്നത്? ബിക്കോസ് RBI is having the exclusive right to make currency notes in our country. അതായത് നമ്മുടെ നാട്ടിൽ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യാനുള്ള റൈറ്റ് ഒരേ ഒരു ബോഡിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് RBI. അപ്പൊ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർക്ക് കോയിൻസ് ഒക്കെ മിന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കറൻസി നോട്ടിന്റെ കേസ് വരുമ്പോൾ, ഇന്ത്യൻ റുപ്പി കറൻസി നോട്ടിന്റെ കേസ് വരുമ്പോൾ ആർക്ക് മാത്രമേ ഇത് പ്രിന്റ് ചെയ്ത് ഇറക്കാനുള്ള അധികാരമുള്ളൂ? അത് RBIക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ RBI എന്തെന്ന് വിളിക്കുന്നത്? ബാങ്ക് ഓഫ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. കറൻസി റെഗുലേറ്റർ എന്ന് പറയുന്നത് ഒരു സമയം എത്ര രൂപ പ്രിന്റ് ചെയ്ത് ഇറക്കണം എന്നുള്ളത് RBIയുടെ ഡിസിഷൻ ആണ്. RBI ഇക്കോണമിയുടെ ഫംഗ്ഷനിങ് നോക്കും, ഇക്കോണമി എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കും, ഇക്കോണമിയുടെ ഈ സമയത്ത് ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കും, ഇക്കോണമിയുടെ GDP ഗ്രോത്ത് എത്രയാണെന്ന് മനസ്സിലാക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അതനുസരിച്ച് RBI എന്ത് ചെയ്യുന്നത്? എത്ര രൂപയുടെ അഡീഷണൽ നോട്ടാണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്ന തീരുമാനമെടുത്ത് അതനുസരിച്ച് നോട്ട് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ RBI നോട്ട് പ്രിന്റ് ചെയ്യുക വഴി RBI എന്താണ് ചെയ്യുന്നത്? കറൻസി റെഗുലേറ്റ് ചെയ്യണം. നമ്മുടെ മണി സപ്ലൈ എന്ന് വെച്ചാൽ എന്താണ്? സപ്ലൈ ഓഫ് മണി ഇൻ ദ ഇക്കോണമി. ഒരു സമയം ഇക്കോണമിയിൽ എത്രമാത്രം എന്തോരം രൂപയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്, മണി സപ്ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്തോരം പൈസ സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് തീർച്ചയായും RBI എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എങ്ങാനും നമ്മളുടെ ഇക്കോണമിയുടെ ആവശ്യത്തിൽ കൂടുതൽ പൈസ സർക്കുലേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ സംഭവിക്കും. അപ്പൊ നമ്മുടെ RBI എന്താണ്? കറൻസി റെഗുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് വേണ്ട പൈസ മാത്രമാണ് ഇക്കോണമിയിൽ ഉള്ളത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങാനും നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിനേക്കാൾ കൂടുതൽ ഇൻഫ്ലേഷൻ പോയിട്ടുണ്ടെങ്കിൽ RBI അപ്പോഴേ എന്ത് ചെയ്യുന്നു? മെഷേഴ്സ് എടുക്കുന്നു, കറൻസിയെ റെഗുലേറ്റ് ചെയ്യുന്നു, മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, RBI എടുക്കുന്ന മെഷേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് നോക്കാം. സോ ഇവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് RBIയുടെ ഫങ്ഷൻസ്. അതായത് കുറെ ഓപ്ഷൻസിൽ കുറെ കാര്യങ്ങൾ, കുറെ ഫങ്ഷൻസ് തന്നിരിക്കും. ചിലപ്പോൾ ചോദിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൽ RBIയുടെ ഫങ്ഷൻ അല്ലാത്തത് എന്താണ് എന്നായിരിക്കാം. ചിലപ്പോൾ ചോദിക്കുന്ന RBIയുടെ ഫങ്ഷൻ ഏതാണ് എന്നായിരിക്കാം. സോ നിങ്ങൾ RBIയുടെ ഒരുപാട് ഫങ്ഷൻസ് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫങ്ഷൻസും അറിയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തും. അപ്പോഴേക്കും നിങ്ങൾ പിന്നെ പ്രാധാന്യം കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും ഈ ഒരു ഏരിയ നിങ്ങൾ മനസ്സിലാക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമെന്ന് ഒരു ഐഡിയ PSCക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ട്രിക്കി ആക്കാനായിട്ട് PSC എന്ത് ചെയ്യാം? ഈ ഒരു ഏരിയയിൽ നിങ്ങളെ കുറച്ച് കുഴപ്പിക്കാനായിട്ട് ചിലപ്പോൾ ഓപ്ഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് RBIയുടെ ഫംഗ്ഷൻ അല്ലാത്തത്? അപ്പോൾ പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ ഈ നോട്ട് എ ഫംഗ്ഷൻ ഓഫ് RBI എന്നുള്ള ഒരു പാർട്ട് ചിലപ്പോൾ ആ നോട്ട് എന്ന് പറയുന്ന വേർഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. റോങ് ഓപ്ഷൻ പോയി മാർക്ക് ചെയ്യും, അപ്പോൾ അവിടെ നെഗറ്റീവ് മാർക്കായിരിക്കും വീഴുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി അടുത്ത ഒരു RBIയുടെ ഫംഗ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്, ബാങ്കർ ടു ദ ഗവൺമെന്റ്. RBI is acting as ബാങ്കർ ടു ദ ഗവൺമെന്റ്. അപ്പൊ നമുക്ക് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഒരുപാട് പോളിസീസ് ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ സെൻട്രൽ ബാങ്ക് എടുക്കുന്ന പോളിസീസും പ്രോഗ്രാംസും സ്കീംസും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പോ ഒരു പക്ഷേ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെ വേണം ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ എന്നുള്ള കാര്യം നമ്മുടെ ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ RBI ആയിരിക്കും. സോ RBI വുഡ് ബി മേക്കിംഗ് എ ലോട്ട് ഓഫ് അഡ്വൈസ് ടു ദ ഗവൺമെന്റ്. ഒന്ന്, RBI ഗവൺമെന്റിലേക്ക് ഒരുപാട് അഡ്വൈസ് കൊടുക്കും. RBI നമ്മുടെ ഇക്കോണമി അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ RBI നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ ഉണ്ട്. അപ്പോൾ RBI ഗവൺമെന്റിനോട് പറയും, ഇപ്പോ എക്സ്ട്രാ സപ്ലൈ ഓഫ് മണി നിങ്ങൾ നിങ്ങളുടെ ഫിസ്ക്കൽ പോളിസി വഴി ഇക്കോണമിയിലോട്ട് നടത്തുകയാണെങ്കിൽ, നിങ്ങൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ഇക്കോണമിയിലോട്ട് നടത്തുകയാണെങ്കിൽ അത് ഇൻഫ്ലേഷനെ കൂട്ടും. സോ അതുകൊണ്ട് അറ്റ് പ്രസന്റ് ഒന്ന് പിടിക്കൂ, ഒന്ന് നിങ്ങളുടെ സ്പെൻഡിങ്ങിനെ ഒന്ന് പിടിച്ച് മാറ്റി നിർത്തണം. ഇപ്പോൾ അധികം സ്പെൻഡ് ചെയ്യേണ്ട, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇൻഫ്ലേഷനെ ടേം ചെയ്യണം.
അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യും? RBI പറയുന്ന പോലെ കേൾക്കും. കാര്യം എന്താണ്? ഗവൺമെന്റും RBIയും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ഇക്കോണമിയെ ബാലൻസ് സ്റ്റേറ്റിൽ, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഇത് മാത്രമല്ല, നമ്മുടെ RBI ഗവൺമെന്റിന്റെ ഒരുപാട് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ RBIയിൽ നമുക്ക് പോയിട്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷേ ഗവൺമെന്റിന് അങ്ങനെ എടുക്കാൻ പറ്റും, കമേഴ്ഷ്യൽ ബാങ്ക്സിന് പറ്റും. അപ്പൊ ഇവിടെ ഗവൺമെന്റിന്റെ കേസ് നമുക്ക് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത്, ഗവൺമെന്റിന്റെ ഡെപ്പോസിറ്റ് RBIയിലുണ്ട്. ഇനി ഗവൺമെന്റിന് ചില സമയത്ത് പൈസ വേണമെങ്കിൽ RBI പൈസയും കൊടുക്കും, ലോൺ ആയിട്ട് കൊടുക്കും. അപ്പോ അത് മാത്രമല്ല, RBI ഗവൺമെന്റിന് വേണ്ടി പല ട്രാൻസാക്ഷൻസും നടത്തുന്നുണ്ട്. ട്രാൻസാക്ഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന് വേണ്ടി ട്രാൻസാക്ഷൻസ് ആര് നടത്തുന്നു? നമ്മുടെ RBI നടത്തുന്നു. അതായത് ഗവൺമെന്റിന് ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ത്? RBI. അപ്പൊ ഗവൺമെന്റ് RBIയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ പൈസ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാനായിട്ട് RBI ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെന്റ് നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്തി തരാനായിട്ട് RBI നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ നമ്മളെ ഇൻ ദ സെൻസ് ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് RBIനെ ബാങ്കർ ഓഫ് ദ ഗവൺമെന്റ് അല്ലെങ്കിൽ ബാങ്കർ ടു ദി ഗവൺമെന്റ് എന്ന് പറയാം. സോ അഗൈൻ ഇത് എല്ലാ സെൻട്രൽ ബാങ്കിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അടുത്തത് അഗൈൻ ഇവിടെ RBI would be again acting as an advisor to the government. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, RBI ഗവൺമെന്റിന് കുറെ അഡ്വൈസും കൊടുക്കും. എങ്ങനെയാണ്? ഒന്നുകൂടെ പറയാം. RBI എന്ത് ചെയ്യുന്നു? RBI നമ്മുടെ ഇക്കോണമിയെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇക്കോണമിയെ സ്റ്റഡി ചെയ്യുന്നു, ഇക്കോണമിയെ മോണിറ്റർ ചെയ്യുന്നു, ഇക്കോണമിയുടെ GDP ഇപ്പൊ എങ്ങനെയാണെന്ന് നോക്കുന്നു, ഇക്കോണമിയുടെ ഇൻഫ്ലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നു. ഇൻഫ്ലേഷൻ ഔട്ട് ഓഫ് കൺട്രോളിലാണെന്ന് മനസ്സിലാക്കിയാൽ RBI ഇനി ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള അപ്രോച്ച് എടുക്കുന്നു. അപ്പോൾ RBIയുടെ സൈഡിൽ നിന്ന് മോണിറ്ററി പോളിസി എടുക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റിനോട് പറയും, ഓക്കെ നിങ്ങളും എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. ഇൻഫ്ലേഷൻ കൺട്രോളിൽ നിന്നില്ലെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് മെഷേഴ്സ് എടുക്കണം. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഇൻഫ്ലേഷൻ RBI ഉദ്ദേശിക്കുന്ന ആ ഒരു ടാർഗറ്റിൽ നിന്നും കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ മണി സപ്ലൈ ഇക്കോണമിയിൽ കുറയുന്ന സമയങ്ങളും ഉണ്ട്. RBI ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിനേക്കാൾ മണി സപ്ലൈ ഇക്കോണമിയിൽ കുറയുന്ന അവസ്ഥയാണ്. അപ്പൊ RBI എന്ത് ചെയ്യുന്നു? നമ്മുടെ ഗവൺമെന്റിനോട് പറയുന്നു, ഓക്കെ മണി സപ്ലൈ ഇനിയിപ്പോ കൂടുതൽ നമ്മുടെ ഇക്കോണമിയിൽ വേണം, അപ്പൊ മണി സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബിഹേവിയർ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റും കൂടുതൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇക്കോണമിയിലോട്ട് നടത്തുന്നു. കൂടുതൽ പെൻഷൻ കൊടുക്കുക, സബ്സിഡി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ പതിയെ പതിയെ ആൾക്കാരുടെ കയ്യിൽ പൈസ കൂടുതൽ വരുന്നു, അങ്ങനെ മണി സപ്ലൈ കൂട്ടാം. ഓക്കെ, അങ്ങനെയും ചെയ്യുന്നുണ്ട്. സോ വാട്ട് എവർ ഇസ് റിക്വയർഡ്, നമ്മുടെ RBI എപ്പോഴും നമ്മുടെ ഗവൺമെന്റിന് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇൻഫ്ലേഷനെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും, മണി സപ്ലൈനെയും കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഈ മണി സപ്ലൈ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇൻഫ്ലേഷൻ ഓട്ടോമാറ്റിക്കലി കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. കാരണം ഈ മണി സപ്ലൈ ഒരു പരിധിയിൽ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്? ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്. അടുത്തൊരു ഫംഗ്ഷൻ അഗൈൻ RBI നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് കസ്റ്റോഡിയൻ ഓഫ് ക്യാഷ് റിസർവ്സ്. അപ്പോ നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് നമ്മുടെ RBI പറയാണ്, നിങ്ങൾ കിട്ടുന്ന ഡെപ്പോസിറ്റ് മണി മൊത്തം കൂടി എടുത്ത് ലെൻഡ് ചെയ്യരുത്. നമുക്കറിയാം കമേഴ്ഷ്യൽ ബാങ്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്. കമേഴ്ഷ്യൽ ബാങ്ക് മെയിൻലി 2 ഫങ്ഷൻസ് ആണ് ഇവർക്കുള്ളത്. മെയിൻ ആയിട്ട് ഇത് കൂടുതലുണ്ട്, മെയിൻ ആയിട്ട് 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഇപ്പൊ പല ടൈപ്പ് ഡെപ്പോസിറ്റ് ആൾക്കാരിൽ നിന്നും വാങ്ങും.
അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക ആര്? കമേഴ്ഷ്യൽ ബാങ്ക്. നമുക്ക് സേവിങ് ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, അങ്ങനെ പല പല ഡെപ്പോസിറ്റ് നമുക്ക് കമേഴ്ഷ്യൽ ബാങ്കിൽ എടുക്കാൻ പറ്റും. ഇതല്ലാണ്ട് വേറൊരു കാര്യം കൂടെ കമേഴ്ഷ്യൽ ബാങ്ക് ചെയ്യുന്നുണ്ട്. കമേഴ്ഷ്യൽ ബാങ്ക് വുഡ് ബി ഡൂയിങ് സം ലെൻഡിങ് ആക്ടിവിറ്റി. ലെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോൺ. അപ്പോ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ, വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ, എഡ്യൂക്കേഷൻ ലോൺ, പേഴ്സണൽ ലോൺ, അങ്ങനെ പല പല രീതിയിൽ നമുക്ക് കമേഴ്ഷ്യൽ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ പറ്റും. പ്രൊവൈഡഡ് നമ്മളൊരു മോർഗേജ് സെക്യൂരിറ്റി അവിടെ വെക്കണം, അല്ലെ? അപ്പോ നമ്മൾ ഈ ലോൺ എടുക്കുന്നു, നമ്മൾ ലോൺ എടുക്കുന്നു, അതേസമയം കുറെ ആരൊക്കെയോ പോയി ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്യുന്നു. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഈ കമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കും ഒരു സാധനം, എന്താണത്? ഇൻട്രസ്റ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക നമുക്ക് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നു, അല്ലെ? കമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്നു, വിച്ച് ഇസ് കോൾഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അതേപോലെ തന്നെ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുമ്പോഴും ഒരു സാധനം വരുന്നുണ്ട്, സെയിം ഐഡിയ തന്നെ ഇവിടെ വരുന്നുണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ഇടുമ്പോൾ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നു. നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം, അല്ലെ? അപ്പോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം, കമേഴ്ഷ്യൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും ലാഭകരം? നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുന്നതാണോ അതോ നമുക്ക് ലോൺ തരുന്നതാണോ? ഡെഫിനറ്റ്ലി ആരെങ്കിലും ഒക്കെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടാൽ മാത്രമേ ഈ പൈസ എടുത്ത് നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിൽ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റൂ. കമേഴ്ഷ്യൽ ബാങ്കിന്റെ ഏറ്റവും ഇഷ്ടം ലോൺ കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? വെറുതെ ഇവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, ഇൻട്രസ്റ്റ് മണി കിട്ടുമല്ലോ, പൈസ അങ്ങോട്ട് കിട്ടുമല്ലോ. അല്ല, നമ്മൾ പോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ ഡെപ്പോസിറ്റ് ഇട്ടവർക്ക് എല്ലാം കൂടി നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം, അത് ബാങ്കിന്റെ കയ്യിൽ നിന്ന് പൈസ പോകും. സോ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഡെപ്പോസിറ്റ് എല്ലാം തന്നെ അവർക്ക് ലയബിലിറ്റിയാണ്. ആൻഡ് അവർ ഈ തരുന്ന ലോൺ ഉണ്ടല്ലോ, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. അപ്പോ എന്ന് വെച്ചിട്ട് കിട്ടിയ പൈസ മൊത്തം ഈ ഡെപ്പോസിറ്റ് എമൗണ്ട്, ലയബിലിറ്റി എന്ന് അവർ കണക്കാക്കുന്ന ഈ ഡെപ്പോസിറ്റ് എമൗണ്ട് മൊത്തം കൂടി എടുത്ത് ലെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി പാളും. എന്തുകൊണ്ടാണ്? നമ്മൾ ബാങ്കിങ് ക്രൈസിസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരുപാട് ആൾക്കാർക്ക് ഒന്നും നോക്കാതെ എടുത്ത് ബാങ്ക് ലോൺ കൊടുത്തു, അവസാനം ഈ ആൾക്കാർ തിരിച്ചും അടയ്ക്കുന്നില്ല. സോ വാട്ട് വിൽ ഹാപ്പൻ? അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ബാങ്ക് പൊളിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് സ്പ്രെഡായി ഈ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരെല്ലാം കൂടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ വന്നാൽ ഡെഫിനറ്റ്ലി ആ ഒരു ബാങ്കിന്റെ തന്നെ അവസാനമായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ RBI പറയാണ് ഇങ്ങനൊന്നും നടക്കാനേ പാടില്ല, നമ്മുടെ നാട്ടിൽ അങ്ങനൊന്നും നടക്കാനേ പാടില്ല. സോ അതിനുവേണ്ടി നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യണം? കിട്ടുന്ന ഡെപ്പോസിറ്റിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് നിങ്ങൾക്ക് ലെൻഡ് ചെയ്യാം. പക്ഷേ ഒരു പോർഷൻ നിങ്ങൾ റിസർവ് ആയിട്ട് വെക്കണം. റിസർവ് ആയിട്ട് എവിടെ വെക്കണം? RBI കൊണ്ട് വെക്കണം. So it is a practice of commercial bank of a country to keep a part of their cash balances in the form of deposit with RBI. ഇത് റിസർവ് മണിയാണ്. ഇത് കമേഴ്ഷ്യൽ ബാങ്കിന് വെറുതെ വന്ന് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതർവൈസ് അഗൈൻ ഇതില് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിലും RBIയുടെ ഡിസിഷൻസ് അനുസരിച്ചിട്ടേ മാറ്റം വരുത്താൻ പറ്റൂ. അപ്പോൾ നമ്മുടെ RBI കമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് പറയാണ്, കിട്ടുന്ന ഡെപ്പോസിറ്റ് മണി മൊത്തം കൂടി എടുത്ത് ലെൻഡ് ചെയ്യരുത്, ലോണായിട്ട് കൊടുക്കരുത്. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടി എടുത്ത് ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും, അത് നല്ലതല്ല, എക്സ്ട്രാ അഡീഷണൽ ഇൻകം അല്ലേ എന്നൊക്കെ വിചാരിച്ച് എടുത്ത് ലോണായിട്ട് കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എങ്ങാനും എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് സം റിസർവ് ഇൻ RBI. സോ എത്ര പോർഷൻ ഓഫ് ഡെപ്പോസിറ്റ് ആണ്, എത്ര പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് ആണ് RBI വെക്കേണ്ടത്, റിസർവ് ആയിട്ട് വെക്കേണ്ടത് എന്നുള്ളത് ഫ്രം ടൈം ടു ടൈം RBI ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ടാണ് കമേഴ്ഷ്യൽ ബാങ്ക് അനുസരിക്കേണ്ടത്. അടുത്തതാണ് കസ്റ്റോഡിയൻ ഓഫ് ഇന്റർനാഷണൽ കറൻസി. അപ്പൊ ഇവിടെയും നമ്മുടെ RBIയുടെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
RBI would be maintaining a certain minimum balance of foreign currency. അപ്പോൾ നമുക്കറിയാം ട്രേഡ് ഒക്കെ വരുമ്പോൾ, ഇന്റർനാഷണൽ ട്രേഡ്, ഗ്ലോബൽ ട്രേഡ് ഒക്കെ വരുമ്പോൾ നമ്മൾ മെയിൻലി നമ്മുടെ ട്രാൻസാക്ഷൻ ഏതിലാണ്? നമ്മൾ ഡോളേഴ്സിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോൾ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കുറെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് വന്നിട്ട്, അല്ലെങ്കിൽ റീജിയണൽ ഓർഗനൈസേഷൻസ് ഒക്കെ വന്നിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷെ എന്നാൽ കൂടി ഒരു ഡോമിനേഷൻ US ഡോളേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പൈസ അടയ്ക്കുന്നത് മെയിൻലി ഡോളേഴ്സിലാണ് അല്ലെ. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുന്നത് ഡോളേഴ്സിലാണ് മെയിൻലി. അപ്പോ ഈ ഡോളേഴ്സ് എന്ന് പറയുന്നത്, അല്ല US ഡോളേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ഘടകമാണ്. കാരണം ചിലപ്പോൾ ചില അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഡോളർ വേണമെങ്കിൽ, നമുക്ക് കിട്ടിയ ഡോളർ എല്ലാം കൂടി എടുത്ത് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഹൗ വിൽ ബി ഏബിൾ ടു മാനേജ് ദാറ്റ് എമർജൻസി സിറ്റുവേഷൻ? അപ്പോൾ ഇത് നമ്മുടെ RBI മുൻകൂട്ടി കാണുന്നുണ്ട്. എല്ലാ സെൻട്രൽ ബാങ്കുകളും ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ RBI എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RBI would be maintaining a certain minimum balance of foreign currency. റിസർവ് ആയിട്ട് കുറച്ച് ഫോറിൻ കറൻസിയെ നമ്മുടെ RBI വെക്കും. എന്തിനാണ്? ഇഫ് അറ്റ് ഓൾ there is എമർജൻസി, ഈ പൈസ എടുത്ത് ചെലവഴിക്കും. ചിലപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു എമർജൻസി നമ്മുടെ ഇക്കോണമിയിൽ വരാണ്, അല്ലെങ്കിൽ നമ്മളും ഫോറിൻ നേഷനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി വരാണെന്ന് വെക്കാം. നമുക്ക് വേറെ എക്സ്ട്രാ പൈസ ജനറേറ്റ് ചെയ്യാനുള്ള, ഫോറിൻ കറൻസി ജനറേറ്റ് ചെയ്യാനുള്ള സോഴ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ വിൽ വി ബി ഏബിൾ ടു മാനേജ്? വി വോണ്ട് ബി ഏബിൾ ടു മാനേജ് ദ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ അഗൈൻ കമ്മിങ് ടു BOP ക്രൈസിസ്. BOP ക്രൈസിസ് എന്താണ്? BOP ക്രൈസിസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസീറ്റ്സ്, ഡോളർ റെസീറ്റ്സ്, ആൻഡ് വെൻ വി കമ്പയർ ദാറ്റ് വിത്ത് ദ എമൗണ്ട് വി പേ ഫോർ ഇമ്പോർട്ട്സ്, അതിനെ നമ്മൾ ഇമ്പോർട്ട് പേയ്മെന്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ എക്സ്പോർട്ട് റെസീറ്റ്സും ഇമ്പോർട്ട് പേയ്മെന്റ്സും തമ്മിലുള്ള ഒരു വലിയ മിസ്മാച്ച് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്കത് ഡീൽ ചെയ്യാനായിട്ട് കുറച്ച് സർപ്ലസ് മണി വേണം, കയ്യിൽ കുറച്ച് ഫോറിൻ കറൻസി വേണം. അതിനും ഈ പൈസ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. RBI would be acting as a lender of last resort by providing money to its member bank in times of cash crunch. അപ്പോൾ നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക്സിന് ചിലപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. ഏതെങ്കിലും ഒരു കമേഴ്ഷ്യൽ ബാങ്കിന് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം, വേറെ ഒരു വഴി നോക്കിയിട്ടും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യും? RBIയുടെ അടുത്ത് പോയിട്ട് ചോദിക്കും, ഇങ്ങനെയാണ് നമുക്കൊരു അത്യാവശ്യം ഡീൽ ചെയ്യാനായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ലോൺ തരാമോ? ചിലപ്പോൾ അത് ഓവർനൈറ്റ് ലോൺ ആയിരിക്കാം, ചിലപ്പോൾ അത് കുറച്ച് ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു സെനാറിയോ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഇപ്പോൾ നമ്മുടെ RBI നോക്കുമ്പോൾ RBI ചോദിക്കും, വേറെ മെത്തേഡൊന്നും നിങ്ങൾ അഡോപ്റ്റ് ചെയ്തില്ലേ? അപ്പോൾ ഈ കമേഴ്ഷ്യൽ ബാങ്ക് പറയാം, ആക്ച്വലി നമ്മൾ ശ്രമിച്ചു, പക്ഷെ വേറൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, വളരെ അത്യാവശ്യം ആയതാണ്. അപ്പോൾ RBI പറയും, ഡോണ്ട് വെറി അറ്റ് ഓൾ, വി വിൽ ഹെൽപ്പ് യു. എന്നിട്ട് ഈ RBI എന്ത് ചെയ്യും? കമേഴ്ഷ്യൽ ബാങ്കിന്റെ അടുത്ത് പറയും, സോ ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് നമ്മൾ വെറുതെ നിങ്ങൾക്ക് പെട്ടെന്ന് ലോൺ തരും എന്നിപ്പോൾ വിചാരിക്കേണ്ട. സോ അങ്ങനെ ലോൺ കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ മോസ്റ്റ്ലി വാട്ട് RBI വുഡ് ബി ഡൂയിങ് ഇസ് ദാറ്റ് RBI പറയും, എന്തെങ്കിലും സെക്യൂരിറ്റിയോ ഗവൺമെന്റ് ട്രഷറി ബിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം ഈടായിട്ട് വെക്കാൻ നിങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് നമ്മളത് ഈടായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ലോൺ തരാം. സാധാരണ നമ്മൾ കമേഴ്ഷ്യൽ ബാങ്ക് ലോൺ എടുക്കാൻ പോകുമ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് ഇങ്ങനെയല്ലേ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈ പേപ്പറോ ഓണർഷിപ്പ് പേപ്പറോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഗോൾഡോ, ചിലപ്പോൾ ഗോൾഡൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് നമ്മൾ ലോൺ എടുക്കും അല്ലേ. അപ്പൊ അതേപോലെ നമ്മുടെ RBI പറയും, നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി കൊണ്ടുവരണം, മോർഗേജ് അസറ്റ് ആയിട്ട് നമുക്കത് എടുക്കാം, എന്നിട്ട് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ RBI കമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് ചെയ്യുന്നു? ലോൺ കൊടുക്കുന്നു. സോ എല്ലാ വാതിലുകളും അടയുമ്പോൾ നമ്മുടെ RBIക്ക്, നമ്മുടെ കമേഴ്ഷ്യൽ ബാങ്കിന് RBIയുടെ അടുത്ത് പോയാൽ എന്ത് കിട്ടും? പൈസ കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് വൈ നമ്മൾ RBI എന്തെന്ന് വിളിക്കുന്നു? ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. എല്ലാ സെൻട്രൽ ബാങ്കിനെയും നമുക്ക് ഇങ്ങനെ വിളിക്കാം, സെൻട്രൽ ബാങ്ക് ഇസ് നോൺ ആസ് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. നൗ അഗൈൻ നമ്മുടെ RBIനെ നമുക്ക് കമേഴ്ഷ്യൽ ബാങ്കിനെ ബാങ്ക് എന്ന് വിളിക്കാം.
ബാങ്ക്സ് ബാങ്ക് എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്കേഴ്സ് ബാങ്ക് എന്നും നമുക്ക് ആരെ വിളിക്കാം, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI വിളിക്കാം. അതായത് എന്താണ്, കമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് വേണ്ട സമയത്ത് ലോൺ കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വിളിച്ചുകൂടെ? കാരണം നമുക്ക് ലോൺ വേണമെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉള്ള ബാങ്കിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്ന് ലോൺ എടുക്കും അല്ലെ, അത് കുറച്ചുകൂടി ഈസിയാണ്. അതല്ലെങ്കിൽ ഈ മുത്തൂട്ട് ഫൈനാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ലോൺ എടുക്കും, നമ്മുടെ പൈസയുടെ ആവശ്യങ്ങൾ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കമേഴ്ഷ്യൽ ബാങ്കിന് പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അവരെവിടെ പോവും? അവര് RBIയിൽ പോവും, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ പോവും, എന്നിട്ട് അവിടെ പോയി ലോൺ എടുക്കും, എന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യും അല്ലെ, പിന്നീട് ലോൺ തിരിച്ചടയ്ക്കും. സോ ബാങ്കുകളുടെ ബാങ്കാണ് ആര്? RBI അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, ഇനി അടുത്തതാണ് RBI is also acting as controller of credit. അപ്പോ ക്രെഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രെഡിറ്റ് മീൻസ് ലോൺ. ഒരു സമയത്ത് ഇക്കോണമിയിൽ എത്രമാത്രം മണി സപ്ലൈ ഉണ്ടാകണം എന്നുള്ളത് ആര് തീരുമാനിക്കും? RBI തീരുമാനിക്കും. അതനുസരിച്ച് മാത്രമേ കമേഴ്ഷ്യൽ ബാങ്ക്സിന് സാധാരണ ആൾക്കാർക്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ. Because it happens that commercial banks create a lot of credit in the economy. അല്ലെ, ഒരുപാട് ലോൺ കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണ് ആര്? കമേഴ്ഷ്യൽ ബാങ്ക്. നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലോൺ ഇങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒരു കൺട്രോളും ഇല്ലാതെ വരുന്നവർക്കൊക്കെ ലോൺ കൊടുത്തോണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും, മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അപ്പോ RBI പറയാണ്, നിങ്ങൾക്ക് തോന്നിയ പാട് അങ്ങനെ ലോൺ കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മൾ പറയും എങ്ങനെ വേണം എന്നുള്ളത്. സോ നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തരുന്ന രീതിയിൽ മാത്രം നിങ്ങൾ ലോൺ കൊടുത്താൽ മതി. സോ ഒരു സമയം ഇക്കോണമിയിൽ എത്രമാത്രം മണി സപ്ലൈ വേണമെന്ന് ഉള്ളത് അനുസരിച്ചിട്ടാണ് RBI എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റിന്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ലോണിന്റെ അവൈലബിലിറ്റി കൺട്രോൾ ചെയ്യുന്നത്. സോ ഇങ്ങനെയും നമ്മുടെ RBIയുടെ ഫംഗ്ഷനെ നമ്മൾ നോക്കി കാണേണ്ട ആവശ്യമുണ്ട്. അടുത്തതാണ് പ്രൊട്ടക്ടിങ് ഡെപ്പോസിറ്റേഴ്സ് ഇൻട്രസ്റ്റ്. അപ്പൊ ആരാണ് ഡെപ്പോസിറ്റേഴ്സ്? ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ഡെപ്പോസിറ്റ് എടുത്തിട്ടുള്ളവർ, ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവർ, ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ആൾക്കാർ. പീപ്പിൾ ആവാം, സം കമ്പനീസ് ആവാം. ഇവർക്കൊക്കെ എന്തുണ്ട്? അവർ അക്കൗണ്ടിൽ പൈസ ഉണ്ട്. ആൻഡ് ഇത് പല ടൈപ്പ് അക്കൗണ്ട് ആയിരിക്കാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആയിരിക്കാം, സേവിങ്സ് അക്കൗണ്ട് ആയിരിക്കാം, വാട്ട് എവർ. അപ്പോൾ നമ്മൾ നമ്മുടെ പൈസ ഈ ബാങ്കിൽ കൊണ്ട് ഇടുമ്പോൾ നമുക്ക് എന്ത് അഷുറൻസ് ആണുള്ളത്? നമ്മൾ വീട്ടിൽ പൈസ വെക്കാതെ ബാങ്കിൽ കൊണ്ടിടും. അപ്പൊ നമുക്ക് കുറെ ഇന്റൻഷൻസ് ഉണ്ട്. ഒന്ന്, ബാങ്കിൽ പൈസ ഇട്ടാൽ ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടും. രണ്ടാമത്തേത് നമുക്ക് വേറൊരു ചിന്താഗതിയും കൂടെ ഉണ്ട്. ബാങ്കിൽ പൈസ ഇട്ടാൽ അവിടെ നിന്ന് വന്ന് ആ കള്ളന്മാര് പൈസ എടുത്തോണ്ട് പോവില്ല. വീട്ടിലാണ് പൈസ ഇരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വന്ന് കള്ളന്മാരെ കൊണ്ടുപോകും. പക്ഷെ ബാങ്കിലായതുകൊണ്ട് സേഫ് ആണ്. സോ നമ്മൾ ബാങ്കിൽ പൈസ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പൈസ സേഫ് കസ്റ്റഡിയിലാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടുന്നുണ്ടല്ലേ. എന്താണ്? SMS വഴി നിങ്ങളുടെ അടുത്ത് SMS വഴി OTP ചോദിക്കുന്നു, അല്ലെങ്കിൽ കോൾ വഴി OTP ചോദിക്കുന്നു. അഗൈൻ വെർച്വൽ അറസ്റ്റ്, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ രീതിയിലൊക്കെ ആൾക്കാരുടെ പൈസ പോകുന്നു. ATM റോബറി വഴി പൈസ പോകുന്നു. ഒരുപാട് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. ആൾക്കാർ വിചാരിക്കുകയാണ്, ഓക്കെ, ഞാൻ പണ്ട് വിചാരിച്ചു വീട്ടിൽ പൈസ ഇരുന്ന കള്ളന്മാര് കൊണ്ടുപോകും, ബാങ്കിൽ പൈസ ഇട്ടാൽ സേഫ് ആണ്. ഇപ്പൊ എനിക്ക് ബാങ്കിൽ ഇടാനും പേടിയാണ്. കാരണം എന്താണ്? ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള റോബറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഡിജിറ്റൽ ബാങ്കിങ് ഉണ്ട്, മൊബൈൽ ബാങ്കിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിജിറ്റൽ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് സർവീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടി നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ നമ്മൾ കൊണ്ടുപോയി ബാങ്കിൽ ഇടുമ്പോൾ അവിടെ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് ആരെങ്കിലും വേണം. അതായിട്ട് നമ്മുടെ RBI ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ RBI is functioning to protect our account. നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ പൈസ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കുന്നുണ്ട്? RBI ഏറ്റെടുക്കുന്നുണ്ട്. ഓക്കെ,
സോ ആർ ബി ഐക്ക് അറിയാം RBI ഇഷ്യൂ ചെയ്യുന്ന ഓരോ കറൻസി നോട്ടിനും വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓരോ കറൻസി നോട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോഴും ഇന്ത്യൻ റുപ്പി കറൻസി നോട്ട് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് താഴെ കാണാൻ പറ്റും ഐ പ്രോമിസ് ദ ബെയറർ എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് അവിടെ കാണാം. തൊട്ട് താഴെ ഒരാൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ നോട്ട് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് RBIയിലെ ഗവർണർ ആയിരിക്കുന്ന വ്യക്തിയാണ് ഈ സൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ ആണ് നമുക്ക് കാണാൻ പറ്റുക. സോ ദാറ്റ് ഈസ് ഷോയിങ് ദ വാല്യൂ ഓഫ് ദാറ്റ് കറൻസി നോട്ട്. ഓക്കെ, സോ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ RBIയുടെ ഒരു സെറ്റ് ഓഫ് ഫങ്ഷൻസ്, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നമ്മൾ ഒരൊറ്റ ബാങ്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. വാട്ട് ഇസ് ദാറ്റ് ബാങ്ക്? ഇറ്റ് ഈസ് അപ്പെക്സ് ബാങ്ക് അല്ലെ. RBI എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമ്മുടെ അപ്പെക്സ് ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക്. അപ്പൊ ഈ ബാങ്കിനുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇത് എന്തുണ്ട്, ഇത് കാരണം ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഇക്കോണമിയിൽ നടക്കുന്നുണ്ട്. RBI എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഇക്കോണമിയിൽ ഓരോ ഇംപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഓൾ. ഇന്ന് നമ്മൾ RBI എന്താണെന്ന് മനസ്സിലാക്കി, നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണെന്ന് മനസ്സിലാക്കി, RBIയുടെ ഫോർമേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, RBIയുടെ ഫങ്ഷൻസിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. സോ ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.